Hi, I am Kaja Hussain, workshop instructor, Christopher IT Dhoni. Welcome to Industrial Training Institute Learning Corner Science Subjects. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് സിമ്പിൾ മെഷീൻസിനെ കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതായത് ഈ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് എ സിമ്പിൾ മെക്കാനിസം വി ഗിവ് ലെസ് എഫേർട്ട് ആൻഡ് ഗെയിൻ മോർ എഫേർട്ട്. അതായത് നമുക്ക് വന്നിട്ട് കുറച്ച് എഫേർട്ട്, കുറച്ച് ബലം കൊടുത്ത് അതിനെ കൂടുതൽ ബലമാക്കി മാറ്റി എടുക്കാനുള്ള ഒരു മെഷീൻ എന്താ പറയുക, സിമ്പിൾ മെഷീൻ. എക്സാമ്പിൾ സ്പാനർ, ഡബിൾ എൻഡ് സ്പാനർ, റിംഗ് സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, കോമ്പിനേഷൻ പ്ലയർ, സ്ക്രൂ ജാക്ക്, അതുപോലെ തന്നെയാണ് ലൈം സ്ക്യൂസർ, നട്ട് ക്രാക്കർ, ഇതെല്ലാം തന്നെ ഹാൻഡ് പമ്പ്, ഇതെല്ലാം സിമ്പിൾ മെഷീൻ്റെ എക്സാമ്പിൾസ്. ആക്ച്വലി സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് മിനിമം 2 മെക്കാനിക്കൽ എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് അതിനെ എന്തായിട്ട് മാറ്റാൻ പറ്റുക, ഒരു സിമ്പിൾ മെഷീനായിട്ട് മാറ്റാൻ പറ്റും. വാട്ട് യു മീൻ ബൈ സിമ്പിൾ മെക്കാനിക്കൽ എലമെന്റ്? സിംഗിൾ മെക്കാനിക്കൽ എലമെന്റ്, അതായത് സ്ക്രൂ ഡ്രൈവർ ഒരു മെക്കാനിക്കൽ എലമെന്റ് ആണ്, അത് മെഷീൻ ആവുന്നത്. അതിനൊപ്പം ഇനിയൊരു മെക്കാനിക്കൽ എലമെന്റ് എന്നുള്ളത് ഈ സ്ക്രൂവിൽ കാണുന്ന ഗാഡിയാണ് രണ്ടാമത്തെ മെക്കാനിക്കൽ എലമെന്റ്. അപ്പോൾ അതെന്തായിത്തീരുന്നു, 2 മെക്കാനിക്കൽ എലമെന്റ് ചേരുമ്പോഴാണ് അതിനെന്തായിത്തീരുന്നു, അത് ഒരു സിമ്പിൾ മെഷീനായിട്ട് ആയിത്തീരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ കോമൺ ബാലൻസ് എന്നുള്ളത്, അപ്പൊ നമുക്കതിലെ സിമ്പിൾ മെഷീനിൽ സ്ക്രൂ ജാക്ക് എന്നുള്ളത് സിമ്പിൾ മെഷീനാണ്. കാരണം അതിലെ നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസമാണ് അതിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, അത് സിമ്പിൾ മെഷീൻ എന്ന് പറയും. അപ്പോൾ അത് കോമ്പിനേഷൻ പ്ലെയറിൽ അതേപോലെ തന്നെ കോമ്പിനേഷൻ പ്ലെയർ, നമ്മൾ കോമ്പിനേഷൻ പ്ലെയർ ഹാൻഡിലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റാം, ഫോഴ്സ് എഫേർട്ട് കൊടുക്കുന്നു. ആ 2 ഹാൻഡിൽ നമുക്ക് പ്രസ് ചെയ്യുന്ന പോർഷനിൽ എഫേർട്ട് കൊടുക്കുകയും ആ ഹിഞ്ച് എന്നുള്ളത് സെക്കൻഡ് എലമെന്റ് ആണ്. അപ്പോൾ 2 മെക്കാനിക്കൽ എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിത്തീരുന്നു, അത് സിമ്പിൾ മെഷീനായിട്ട് ആയിത്തീരുന്നു എന്നാണ് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ സിമ്പിൾ മെഷീനിൽ ഒരു മെക്കാനിസം പറയാം. അതായത് നമുക്ക് സപ്പോസ് ഒരു അയൺ റോഡ് എടുക്കാം, അതിലൊരു ഹിഞ്ച് ഇടാം. ഹിഞ്ച്, സ്ലൈഡിംഗ് ഹിഞ്ച്, ഇങ്ങനെ സീസോ പോലെ ആക്കാനുള്ള ഹിഞ്ച് കൊടുക്കാം. അതിൽ നമുക്ക് ഇതില് വി ഗിവ് ഒരു എൻഡില് എഫേർട്ട് കൊടുക്കുന്നു, എഫേർട്ട്. അതുപോലെ തന്നെയാണ് അടുത്ത എൻഡില് നമുക്കിതില് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി ഹിഞ്ച് വരുന്ന സമയത്ത് ഇത് നമുക്ക് എന്താ പറയാ, അതിനെ മുകളിലേക്ക് അത് തള്ളാൻ പറ്റും. നമുക്കിവിടെ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോഡിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ലോഡ് ഇവിടെ കയറി. ദാറ്റ്സ് നോട്ട് ലോഡ്, അപ്പൊ സിമ്പിൾ മെഷീൻ എന്നുള്ളത് എന്താ വെച്ചാൽ ഇതിൽ കാണുന്ന അയൺ റോഡ് ഒരു മെക്കാനിക്കൽ എലമെന്റ് ആണ്, ഹിഞ്ച് എന്നുള്ളത് സെക്കൻഡ് എലമെന്റ് മെക്കാനിക്കൽ എലമെന്റ്. ഈ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ we can lift a load. അപ്പൊ ഇത് മെഷീനിൽ നമുക്ക് സാധാരണ ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ള മെക്കാനിക്കൽ എലമെന്റ് ഹിഞ്ച് ഇവിടെ ഉണ്ടെന്ന് കേട്ടോ, ഇവിടെയാണ് ഹിഞ്ച്. സിമ്പിൾ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഇതിലുണ്ടാവുന്ന മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയാം. സപ്പോസ് ടു കൺസിഡർ എഫേർട്ട് കൊടുക്കുന്നു, എഫേർട്ട് ആൻഡ് ദിസ് ബിക്കം ലോഡായിട്ട്. അപ്പൊ ഇതില് മൊമെന്റ് എന്നുള്ളത് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് കോൾഡ് മൊമെന്റ്. വൈ ഇറ്റ് ഇസ് കോൾഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എഫേർട്ട് ഇൻടു എക്സ് ഈസ് കോൾഡ് ടോർക്ക്. ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ഇസ് കോൾഡ് വാട്ട്, ടോർക്ക്. ദി ടോർക്ക് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് the hinge, that means distance to the fulcrum. This one is known as fulcrum. This one is fulcrum. This also known as fulcrum. And this one is that അതായത് നമുക്ക് വന്നിട്ട് effort in distance to fulcrum is equal to load into distance to the fulcrum. That's called Y. This is also known as torque. ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ രണ്ടിന്റെയും ടോർക്ക് രണ്ടും സെയിം ആയിരിക്കും. ഇതിൽ രണ്ട് എങ്ങനെ ഉണ്ടാവുക, ടോർക്ക് രണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ഇതില് നമുക്ക് വന്നിട്ട്
ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ഇസ് കോൾഡ് വാട്ട്? ടോർക്ക് ആണ്. അതേപോലെ തന്നെ ലോഡ് ഇൻ ടു ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ടോർക്ക് ആണ്. ഇത് രണ്ടും ടോർക്ക് രണ്ടും സെയിം ആയിരിക്കും. ഇതിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ട് കൂടുതലാണ്, അതായത് ഇതിന്റെ എക്സ് എന്നുള്ളത് വൈനെക്കാളും കൂടുതലാണ് തീർച്ചയായിട്ടും. അപ്പോ ഇതിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കുറവായാൽ ഈ വൈ ഇൻടു ലോഡ് എന്നുള്ളത് ഡിസ്റ്റൻസ് വൈ കുറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക? ലോഡ് കൂടുതൽ ലിഫ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എക്സ് ഈസ് കോൾഡ്, സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ആൻഡ് വൈ ബിക്കം, ഇഫ് വൈ ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം. 4 സെന്റിമീറ്റർ. എഫേർട്ട് എന്നുള്ളത് കൺസിഡർ ഇറ്റ് ഈസ് എഫേർട്ട് ഈസ് 10 ന്യൂട്ടൺ എന്ന് വിചാരിക്കാം. 10 ന്യൂട്ടൺ. ലോഡ് എത്രയാണ് കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ 10 into 10 is equal to, that's called 4 into load ആയിരിക്കും. അതാണ് മനസ്സിലാക്കുന്നത്. That's simple equation. That means 10 F Newton into 10 centimeters is equal to y. That means 4 centimeter into load. The 4 into load. Therefore, load is equal to 10 into 10 by 4 is called load, resistive load. That's equal to 100 by 4 is equal to 25 Newton. If we provide 10 Newton as effort in this point, ഇവിടെ നമ്മൾ വന്നിട്ട് 10 ന്യൂട്ടൺ ബലം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് റേഷ്യോ പ്രകാരം which can lift about 25 kg അതിൽ 25 ന്യൂട്ടൺ അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. So we give only 10 Newton. The load lifted is 25 Newton. Load it can be lifted. And 25 Newton resistive load can be overcome. അതാണ് പറയാ this called what? Simple machine. ഇപ്പൊ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ മെക്കാനിസം എന്നാണ്. ഇപ്പൊ നമുക്ക് അതിൽ വന്ന സാധാരണ ഒരു സ്പാനർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പാനർ നമുക്ക് കൈ കൊണ്ട് ഒരു നെറ്റിനെ ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? അത് സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കാം. കാരണം അപ്പൊ സ്പാനർ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെക്കാട്ടിലും ആ ലെങ്തിനെ കാണും. അതായത് നമ്മുടെ സ്പാനർ എൻഡിൽ നിന്ന് ബോൾട്ട് ഹെഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ടോർക്കായി വന്ന് തീരും. അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമുക്ക് ലോഡ് കൂടുതലായിട്ട് ആ ബോൾട്ട് അല്ലെങ്കിൽ നെറ്റിന്റെ ഹെഡിൽ വരും. അങ്ങനെ അത് ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ സാധിക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിളില് സിമ്പിൾ മെഷീൻസ് ഉണ്ടല്ലോ. ഈ സിമ്പിൾ മെഷീൻ എന്നുള്ളത് എന്താന്ന് പഠിച്ചു കഴിഞ്ഞു. അതിൽ വന്നിട്ട് നമുക്ക് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന വന്നിട്ട് ലിവർ മെക്കാനിസം ഉണ്ട്, നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് അതിൽ കാണുന്ന നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം, നമുക്ക് ലിവർ മെക്കാനിസം, റോപ്പ് മെക്കാനിസം. ദാറ്റ് മീൻസ് റോപ്പ്, നമുക്ക് ഉപയോഗിക്കുന്ന റോപ്പ് ഉണ്ടല്ലോ, റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിസം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എല്ലാത്തിലും തന്നെ കോമൺ ആയിട്ട് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീൽ ഉപയോഗിക്കുന്ന സമയത്ത് അതില് വീലിന്റെ നമുക്ക് ഇപ്പൊ സപ്പോസ് ഒരു വീൽ വീൽ സിമ്പിൾ മെഷീനിൽ ഒരു വീൽ, ആ വീലില് നമുക്ക് കൊടുക്കുന്ന എഫ് എത്ര കൊടുക്കുന്നു നോക്കാം. എഫ് എത്ര കൊടുക്കുന്നു വെച്ചാൽ അതിനനുസരിച്ച് R ആണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു റേഡിയസ് ഇസ് കോൾഡ് ടോർക്ക്. സോ മച്ച് ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അപ്പൊ ഇതില് എങ്ങനെയാണ് സിമ്പിൾ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഈ വലിയ വീലില് നമുക്ക് എന്താ പറയാ റോപ്പ് വെച്ച് അങ്ങനെ പുള്ള് ചെയ്യുന്ന സമയത്ത് ഇത് ടോർക്ക് കൊണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ടോർക്ക് എങ്ങനെ വിനിയോഗിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് അതിന്റെ ഉള്ളില് സെക്കൻഡ് വീല് നമ്മൾ ഉപയോഗിക്കാം. ഇഫ് യു ഹാവ് പ്രൊവൈഡ് എ സെക്കൻഡ് വീൽ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ എന്താ ഈ വീല് ഇതിനനുസരിച്ച് റോപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് റോപ്പ് ചുറ്റി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അതിൽ വന്നിട്ട് സോ ലോഡ് ക്യാൻ ബി ലിഫ്റ്റ്. ലോഡ് ഇത്രയും ലോഡ് അതിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു മനസ്സിലാവും. റോപ്പ് മെക്കാനിസം ആയിരിക്കും. അതേപോലെ നമുക്ക് ലിവർ മെക്കാനിസവും നമുക്ക് ഉപയോഗിക്കും. ഇപ്പൊ ദിസ് കോൾഡ് റോപ്പിന്റെ നമുക്ക് ഇതിൽ വന്നിട്ട് പുള്ളി സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവർ മെക്കാനിസത്തിൽ നമുക്ക് പഠിക്കാറുണ്ട്. അതേപോലെ നട്ട് ആൻഡ് ബോൾട്ട് മെക്കാനിസം ഇതിലൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്കാൻ പോകുന്നത് വെച്ചാൽ
liver system എങ്ങനെയാ ഉപയോഗിക്കാം liver system എന്നുള്ളത് liver system means so take a first mechanical element. So this is mechanical element, rod, and it is having a hinge within the hinge. It's called a hinge. Fulcrum. It's known as fulcrum. F-U-L-C-R-U-M. Fulcrum. This end is known as effort. E-F-F. What? Effort. And another one is load. ഈ സിസ്റ്റം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലിവർ ഓർഡർ പറയും. അതായത് ഫൾക്രം കംസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ് ഈസ് കോൾഡ് ഫസ്റ്റ് ലിവർ സിസ്റ്റത്തില് ഫസ്റ്റ് ലിവർ ഓർഡർ എന്ന് പറയണം. ഫസ്റ്റ് ലിവർ ഓർഡർ. അപ്പൊ ഫസ്റ്റ് ലിവർ ഓർഡറിൽ നമ്മൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ സപ്പോസ് ഇതിന്റെ എക്സ് ആൻഡ് y distance. That means effort multiplied by distance to the fulcrum is equal to, that means x, that means effort into distance to the fulcrum is equal to load into distance to the fulcrum. This is the equation for finding the load overcome or effort required or distance or the ratio of distance of x and y. First lever. So what do you mean first lever order means? The fulcrum comes between effort and load is called first lever order. The simple mechanism, this one is seesaw. Is simple the example for first lever order, and the combination plier is first lever order. Snips first lever order. That means any type of, that means any common balance involved in that common balance. Etc. are the examples for the scissors, etc. are the examples for the first lever order. Then we go to second lever order. Second lever order. Second is C-O-N. Second lever order. Second lever order. Second lever order. In second lever order, the hinge, that means the fulcrum, load and effort. Effort. So what is the second lever order means? In the load comes in between fulcrum and effort. This mechanism is known as second lever order. This one is second lever order. For example, the mechanical advantage, that means how many times the effort is multiplied to overcome load. That's what. That means mechanical advantage is equal to load divided by effort. That's called mechanical advantage. That means what is mechanical advantage? How many times the effort is required to lift the load is called mechanical advantage. That means load by effort is called mechanical advantage. It has no unit. It is merely measured in number. That's known as mechanical advantage. In second lever order, the mechanical advantage is always greater than 1. Why? That means the distance between effort into the distance to the fulcrum. That means when effort multiplied by distance to the fulcrum is always greater than load into distance to the fulcrum. That is why the mechanical advantage in second lever order is always greater than 1. It's always greater than 1. By simple example, we can explain that x and that is called y. The total distance is always, it's known as y. So effort into y is equal to load multiplied by x. So the load by mechanical advantages, load by effort is equal to
y by x. That's called mechanical advantage. So MA is equal mechanical advantage load by effort is equal to y by the equation, solving the equations by simple manner, y by x load by effort. That means effort into y. That's effort into y by cross multiplication load into x. That's why load by effort is equal to y by x. Here y is always greater than x. That means y is always greater than x. That's why mechanical advantage is what? That is always greater than what? By this equation, y by x, that new denominator is less than the numerator always. That's why the mechanical advantage is always greater than 1. So what ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ഇതിന്റെ എഫേർട്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ് ഒന്നിനെക്കാട്ടിലും കൂടുതൽ ഇരിക്കും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇത് ഈ സെക്കൻഡ് ലിവർ ഓർഡർ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് ക്രാക്കറിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഷിയർ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് കട്ട് ചെയ്യുന്ന ഷിയറർ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് വന്നിട്ട് ഇതില് ഷിയർ ഹാൻഡ് പമ്പ്, പിന്നെ അതുപോലെ തന്നെയാണ് ഈ അറ്റത്തിൽ ഹിഞ്ച് വരുന്ന ഏതൊരു അറ്റത്തിൽ ഹിഞ്ചും സെൻട്രൽ ലോഡ് വരുന്ന ഏത് സിമ്പിൾ മെഷീനും നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ലെവൽ ഓർഡർ ആണ് പറയുക. ഓക്കെ, അപ്പൊ ഇത് മോർ അഡ്വാൻറ്റേജസ്. That is what we know that what is advantage means it is mechanical advantage is always greater than 1 എന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ലിവർ ഓർഡർ. It's known as third liver order. Third liver order. Here we are going to explain about the third liver order. This is also simple machines. In third liver order, that means we know what is third liver order. This one is fulcrum. This one is effort. Another end is load. So in third liver order, effort comes in between fulcrum and load. This is known as what? Liver order. The example for third liver order is the tongs, the teaser, etc. What is pick up ചെറിയ സാധനങ്ങൾ പിക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പിക്ക് ചെയ്യുന്ന ടീസർ, അതുപോലെ ടോങ്സ്, ഫോറാം, ഇതൊക്കെയാണ് ഇതിലെ തേർഡ് ലിവർ ഓർഡർ നമുക്ക് വരുന്നത്. അപ്പൊ എന്താണ് ഈ തേർഡ് ലിവർ ഓർഡറിന്റെ പ്രത്യേകത? ഇറ്റ്സ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 190. ദാറ്റ് മീൻസ് വാട്ട് ഇസ് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ നോക്കണം. ഇക്വേഷൻ നോക്കുന്ന സമയത്ത് സപ്പോസ് y എടുക്കാം, and this one is x എടുത്തും ചെയ്യാം. x. So load into y, that means load into y is equal to effort into xi. So what is mechanical advantage? Ma is equal to load by effort. That is equal to load by effort means y by x. Here y is, that is all, y by load into, that means load into y. Load into y is equal to effort into x. That's all. Effort into x. So here I'm changing just like effort into x is load into y. അപ്പൊ എങ്ങനെ വരുമ്പോ I'll change this. Low effort into x is equal to load into y. Effort into x equal to load into y. So x is always less than y. That means numerator is always lesser than the denominator. The result is always less than 1. That is called mechanical. In third liver order എങ്ങനെ ഉണ്ടാവാ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഒന്നിന് താഴെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ടോങ്സ് ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ ട്യൂസർ, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ലോഡിനെക്കാട്ടിലും കൂടുതൽ വില ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ തേർഡ് ലിവർ ഓർഡറിന്റെ പ്രത്യേകത മനസ്സിലാക്കി. സോ നമുക്ക് വന്നിട്ട് ഓവറോൾ ചെറിയ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് സിമ്പിൾ മെഷീൻ. ഇറ്റ് ഈസ് ദി mechanism or assembling of more than 2 mechanical elements. അതുപോലെ സിമ്പിൾ മെഷീൻസ് മീൻസ് വാട്ട്?
ഗിവിങ് ലെസ് എഫേർട്ട് ആൻഡ് ഗെയിൻ മോർ എഫേർട്ട്. അതുപോലെ തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ സ്ക്രൂ ജാക്ക്, നട്ട് ക്രാക്ക്, സ്പാനേഴ്സ്, കോമ്പിനേഷൻ പ്ലയർ, ഷിയറർ, ഏത് വേണമെങ്കിലും അതിൻ്റെ നമ്മുടെ സിമ്പിൾ മെഷീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ വരുന്ന സിമ്പിൾ ഇക്വേഷൻസ് കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ടോപ്പിക്. താങ്ക് യു.